नाम क्या है? विष्णु, नटराज विष्णु। व्हाट इज द चार्जशीट? 1 लाख रुपयों के लिए 6 आदमियों को एक साथ मार डाला। सचमुच तुमने किया? हाँ, मगर 1 लाख के लिए नहीं, 5 लाख के लिए। प्रोसिक्यूशन को गलती हो गया। വിഷ്ണു, ആര്? 6 പേരെ ഒറ്റയടിക്ക് കൊന്നവനാ, സേലം വിഷ്ണു. പഴന്റെ മസിൽ കണ്ട ഇവന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വെറും ചോട്ടാ കള്ളന്മാര് ഇല്ലാണ. ஜி கிருஷ்ணமூர்த்தி. അതെ. வணக்கம் அண்ணே, ரொம்ப கேள்விப்பட்டிருக்கேன். ஐயோ அண்ணா வணக்கம். நான் வந்து சித்திக்கு, இது அனந்தன், அப்பு. വണക്കം അണ്ണേ. நம்ம 4 ஆளு இங்க வந்து ஓ चलो. ഇനി 30 ദിവസം, 31 ദിവസം തൂക്കുമരം. जीके, आपको मिलने के लिए कोई आई है? എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചു. നിന്നെ മാത്രമേ പ്രതീക്ഷിച്ചു. എന്തായത്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിൽ കാണുമ്പോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ടെല്ലാം എഴുതി വച്ചു. ഇത് വന്നു. എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. റിലീസിന്റെ അന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും. ന്യൂഡൽഹി ഡയറി, നല്ല പേര്. ഒരു പുതിയ പത്രം തുടങ്ങാന്ന് പറഞ്ഞാല് നീയും മര്യാദയും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ന്യൂസ് പേപ്പർ അഡിക്ഷൻ ഉണ്ടാക്കും. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും ഒക്കെ വായിക്കുന്നവര് അതേ വായിക്കൂ. ടാറ്റയും ബിർളയും വിചാരിച്ചാൽ കൂടി പുതിയൊരു പത്രം തുടങ്ങി വിജയിപ്പിക്കാവുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒന്നുമല്ല, അത് ഈ അവസ്ഥയിൽ സാറിന് വരെ തോന്നുന്നതാ. സാറ് വിചാരിച്ച എല്ലാം നടക്കും. പത്രങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? ഒന്നും അറിയില്ല. എനിക്കെന്തറിയാം? കക്കാനും മോട്ടിക്കാനും അത്യാവശ്യം വന്ന ഒരാളെ തട്ടാനും എനിക്കറിയാം. പക്ഷേ എനിക്ക് സാറിനെ അറിയാമല്ലോ.
സാറ് വിചാരിച്ച എല്ലാം നടക്കും. ആ ശങ്കറിന്റെയും പണിക്കരുടെയും കള്ളസാക്ഷി മൊഴി കേട്ട് സാറിനെ ശിക്ഷിച്ച ആ ജഡ്ജിയുടെ മുന്നിൽ സാറിന് വലിയ ആളാവണ്ടേ? തിരികെ നാട്ടിൽ പോയാലേ സാധിക്കുമോ? ഇവിടെ ഏതെങ്കിലും ഒരു പത്രത്തിൽ വെറും ഒരു റിപ്പോർട്ടറായാലും സാധിക്കുമോ? ഇനിയൊരാളുടെ കീഴിൽ പണിയെടുക്കാനല്ലേ വിഷമമുള്ളൂ. ഈ പത്രം സാറിന്റെ സ്വന്തമാണ്. പണം എന്റേതാണെന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഞാനിത് കടം തരുന്നു എന്ന് കരുതിയാൽ മതി. ഇനിയും ഞാനൊരു അന്യാണെങ്കിൽ ലാഭം കിട്ടുമ്പോ പണം തിരികെ തന്നോളൂ. വയ്യ എന്ന് മാത്രം പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും ഒരവസരം എനിക്ക് തരൂ. എല്ലാത്തിനും കാരണം ഞാനാണ്. എല്ലാത്തിനും കാരണം ഞാനാണ്. വരട്ടെ സാർ. എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നോ സാർ, ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഗുഡ് ഓഫീസർ ലൈക്ക് യു. ഐ നെവർ ഫോർഗെറ്റ് യു. താങ്ക് യു വെരി മച്ച്. Take it from me. One day you will become great. താങ്ക് യു സാർ. ഇല്ലടാ, മറന്നിട്ടില്ല. നിന്റെ ഉമ്മയ്ക്ക് 500 രൂപ മണി ഓർഡർ അയക്കണം. അയക്കാം. വരട്ടെ അപ്പോ. ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്കായിട്ട് മാത്രം അങ്ങനെ ഒരു ലക്കുണ്ടായില്ലടാ. എനിക്ക് ലക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാവും. സമയം കിട്ടുമ്പോഴൊക്കെ വരണം. സമയം കിട്ടുമ്പോഴില്ല, സമയം ഉണ്ടാക്കി ഞാൻ വരും. ആ, വിഷ്ണുവിനെ ഞാൻ ചോദിച്ചായിട്ട് പറയണം. ആ, വരൂ സാർ. സാറെന്ത് തീരുമാനിച്ചു? ഞാനധികം നിർബന്ധിക്കുമെന്ന് തോന്നരുത്. എല്ലാം സാറിന്റെ ഇഷ്ടം. ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ താക്കോൽ. അല്ല, നാട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്. നീ എന്ത് പറയുന്നുമേ? മരിയ പറയുന്നതാണ് ശരി.
തിരികെ നാട്ടിൽ പോയാലും ചേട്ടനവിടെ ജീവിക്കാൻ പറ്റുമോ? മനസ്സമാധാനം കിട്ടുമോ? ചേട്ടാ, ഇത് സുരേഷ് എന്നോട് UN വർക്ക് ചെയ്തിരുന്നതാ. ഇതാണ് എന്റെ ബയോഡേറ്റ. എന്നാ ജോയിൻ ചെയ്യുന്നത്? ഇന്നു മുതൽ. ഓൾ ദി ബെസ്റ്റ്. The Chief Election Commissioner said today that the poll will take place just days before the 5-year term of the Assembly expires on June 23rd. Mr. Agrawal, Honorary Judge of Delhi Sessions Court, has been appointed as the new Indian Ambassador to the United States of America. I am extremely honored and thankful that this distinguished post has been conferred on me. As a dutiful citizen of India, I will do my best and fulfill my duty towards the country. He will take charge at Washington on the 7th of next month. സാർ, പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനി എന്താ താമസം? എല്ലാം പൂർത്തിയായല്ലോ. ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻസ് ജഡ്ജ് അഗർവാളിന്റെ. ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു. അറിയാം, അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ. അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങോ? ഇറങ്ങോ? ഇല്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല. ആവശ്യം നമുക്കാണ്. പണം തന്ന് അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. എല്ലാം വെറും യൂഷ്വൽ. പ്രത്യേകതയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാർ ഒരു ഗൈഡ് ലൈൻ തന്നാൽ. ഉദാഹരണത്തിന്, നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്, ഒരു ഫീച്ചർ നമ്മളത് തേടി കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്നുണ്ടായിട്ടേ ഈ പത്രം ഇറങ്ങൂ. അങ്ങനെ ഒന്നുണ്ടാവും, ഉണ്ടാവണം. നിങ്ങൾ ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയ എന്തെങ്കിലും തിരയണം. അതിന് പറ്റിയ ഒരു റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട്, വിശ്വനാഥ്. അതാരാണ്? കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നാന്തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്. എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ക്ഷമിക്കണം സാർ, എനിക്ക് തോന്നുന്നത് ഇതൊരു ഫൂളിഷ് ആണെന്നാണ്. വിഷമിക്കാതോ. സീസറിനുള്ളത് സീസറിന് തന്നെ. അത് വരും. അത് സാറിന് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും? കഴിയും. എന്റെ ജാതകത്തിൽ എങ്ങനെ ഉണ്ട്. സമയം വൈകി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്. സാർ, മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അഗർവാൾ അല്ലേ? മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം, ഞാൻ പറയുന്നത് വരെ. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? എല്ലാം ശരിയായോ? പത്രം തുടങ്ങിയോ? ഇല്ല. പത്രം തുടങ്ങുന്നത് നീയും സിദ്ദീഖും അപ്പുവും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തു വരാനോ? പതുക്കെ. അവർക്ക് മലയാളം അറിയില്ല. നിങ്ങൾ 3 പേരും ജയിലിൽ ചാടാൻ പോകുന്നു.
കൂടെ വിഷ്ണു. വിഷ്ണു? അതെ, നാളെ കഴിഞ്ഞ് വെളുപ്പിന് 3 മണിക്കില്ലേ വിഷ്ണുവിനെ തൂക്കിലിടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ രക്ഷപ്പെടും. എങ്ങനെ? രക്ഷപ്പെടാനുള്ള പ്ലാൻ ഇതിനകത്തുണ്ട്. പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കത്തിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അനന്ത, നീ എല്ലാം സൂക്ഷിച്ചോണം. ഇന്നു മുതൽ എല്ലാവർക്കും 24 മണിക്കൂറാണ് ഡ്യൂട്ടി. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പത്രം ഇറക്കാൻ റെഡിയായിട്ടിരിക്കണം. ഇനി ആർക്കും വിശ്രമമില്ല. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഫീൽഡിൽ. മിസ്റ്റർ നായർ, സ്റ്റാഫിലുള്ള എല്ലാവരോടും പറഞ്ഞു. ആ സുരേഷ്, പേജുകളെല്ലാം എന്നും സെറ്റ് ചെയ്തിരിക്കണം. ഫ്രണ്ട് പേജ് ഒഴികെ. ആ വിഷ്ണുവിന്റെയും അഗർവാളിന്റെയും ഇന്റർവ്യൂ സെറ്റ് ചെയ്തോളൂ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് വേണ്ടി മാത്രം ഒരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ആഴ്ച തന്നെ പത്രം ഇറക്കണം. ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. ദിവസം ഞാൻ അറിയിക്കാം. Yes, sir.